വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ കസ്റ്റഡി ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു പോലീസ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടാണ് യോഗം. ആദ്യം വെഞ്ഞാറമൂട് പോലീസാകും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക. അഷിൻ ഡിയാഗു വിവരങ്ങളുമായി. അഷിൻ, ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപായിട്ടുള്ള ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് പോലീസ്. എന്താണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അഷിൻ? സ്മൃതി, അഫാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. പക്ഷേ നിലവിലിപ്പോൾ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും അഫാനെ സെൻട്രൽ ജയിലിലേക്ക്, പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ അഫാന്റെ ആരോഗ്യനിലയും മാനസികാവസ്ഥയും കൂടി പരിഗണിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അഡ്മിഷൻ സമയത്തടക്കം അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു, താൻ പൈസയ്ക്ക് വേണ്ടി പണബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കൊലപാതകങ്ങളൊക്കെ നടത്തിയത്, താനും മരിക്കും എന്നതായിരുന്നു അഫാൻ ഈ ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സെല്ലിലാണ് ഇപ്പോൾ അഫാനെ പാർപ്പിച്ചിരിക്കുന്നതും. CCTV അടക്കമുള്ള സൗകര്യമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ സെല്ലിലാണ് അഫാനെ ഉള്ളത്. മാത്രമല്ല ജയിൽ അധികൃതരുടെ ഒരു വിശ്വസ്തനായ തടവുകാരനെയും ഈ അഫാന്റെ ജയിലിൽ തന്നെ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഫാന്റെ മാനസിക നില ഒന്ന് ശാന്തമായ ശേഷം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുള്ളത്. 3 CIമാർ ഈ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല വെഞ്ഞാറമൂട് പോലീസാകും ആദ്യം ഈ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നിലവിലിപ്പോൾ എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ഒരു കൊലപാതകം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത് ഉറപ്പിക്കണമെങ്കിൽ ഈ അഫാന്റെ ഈ കസ്റ്റഡിയിൽ വാങ്ങി അഫാനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 60 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. അത് തുടർന്നുണ്ടായ ബന്ധുക്കളുടെ അടക്കം ശല്യമാണ് ഈ കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അഫാൻ നൽകിയിട്ടുള്ള മൊഴി. ഈ കടബാധ്യത അച്ഛനും അറിയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു കടബാധ്യത ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നതും. ഏതാണ്ട് 60 ലക്ഷം രൂപ എങ്ങനെ കടബാധ്യത ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നത്. നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത് ഈ അച്ഛൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ തന്നെ ആഡംബര ജീവിതമായിരുന്നു കുടുംബം നയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കൊറോണ കാലത്ത് ഒരു ക്ഷീണം സംഭവിക്കുകയും അച്ഛൻ്റെ ജോലി അടക്കം വലിയ പ്രതിസന്ധിയാവുകയും കടബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ കുടുംബം ഈ സുഖലോലുപമായ ജീവിതം തുടർന്നു എന്നുള്ളതാണ്. ഈ അച്ഛൻ്റെ പണം വരുമാനം നിലച്ചിട്ടും ഈ അഫാൻ ആഡംബര ജീവിതം നയിച്ചു. മാത്രമല്ല വീട്ടിൽ ചിട്ടി വരെ ഈ ബന്ധുക്കളടക്കം സംഘടിപ്പിച്ച ചിട്ടി നടത്തുകയും ഉണ്ടായിരുന്നു. ചിട്ടി അടിച്ച ബന്ധുക്കൾക്ക് പോലും പണം നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ അഫാനെ വാങ്ങുന്നതിന് മുൻപായി അടിയന്തര യോഗം ചേരുകയാണ്.